എംബ്രോയിഡറി കുർത്തീസിനകത്ത് നമ്മൾ പലപ്പോഴും പ്രീ ബുക്കിംഗിലേക്ക് എടുത്തിട്ട് അത് റെഡി ടു ഡിസ്പാച്ചിലേക്ക് കൂടെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അതിന് അത്രയും ഓർഡേഴ്സ് വന്നിട്ടുണ്ടാവണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ടാവണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നും പ്രീ ബുക്കിംഗ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. കസ്റ്റമേഴ്സ് ഓൺ ഡിമാൻഡും കൊണ്ട് നമ്മളിപ്പോൾ ഇത് വീണ്ടും റെഡി ടു ഡിസ്പാച്ചിലേക്കും കൂടെ കൊണ്ടുവന്നേക്കുക കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രെപ്പ് സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് സിമ്പിൾ ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക്. അത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ വളരെ ഒരു മൈന്യൂട്ട് ആയിട്ട് പറയാം. അതായത് ഇവിടേക്കായിട്ട് റണ്ണിങ് സ്റ്റിച്ചും താഴേക്കായിട്ട് ചെറിയ ചെറിയ ഒരു പൂക്കൾ വരുന്ന രീതിയിലേക്കുള്ളൊരു ചെറിയൊരു എംബ്രോയിഡറി വർക്കും 899 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. ഏത് നമ്മുടെ വന്നേക്കുന്ന ഫ്ലോറിക് ബ്രാൻഡിലേക്കാട്ടോ. ഇതിന്റെ 3 കളർ ഷെയ്ഡ്സിലേക്കാണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ടോപ്പ് വന്നേക്കുന്നത് പറഞ്ഞാൽ സ്ലിറ്റഡ് പാറ്റേണിലേക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഒരു റെഡ് കൂടി ഒരു റെഡിഷ് മെറൂൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡ്. അതോടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ജെറ്റ് ബ്ലാക്കിലേക്കാട്ടോ. അപ്പൊ ഇതിന്റെ യോക്ക് പോർഷനിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് വൈറ്റ് കളറിലേയും അതേപോലെ തന്നെ റാണി പിങ്ക് കളറിലേക്കും ഉള്ള ത്രെഡ്സും കൊണ്ടാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കും സെയിം ആ ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഓൺ മെഷർമെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉള്ളിലേക്കായിട്ട് എക്സ്ട്രാ സ്റ്റിച്ചിങ് മാർജിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിക്കിലേക്ക് വന്നേക്കുന്ന കേട്ടോ. 46 to 47 ഇഞ്ചസ് ലെങ്തിലേക്കാണ് ടോപ്പ് വന്നേക്കുന്നത്. ബോട്ടം സെപ്പറേറ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ പ്രീ ബുക്ക് ചെയ്ത് ഓർഡർ എടുക്കാവുന്ന ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക്. അപ്പൊ ഇതിന്റെ പ്രൈസ് 899 റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ ഗ്രീനും കൂടെ ഉണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കിലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത്.